നമുക്ക് ഏത് പാട്ടാ ഞെട്ടിക്കാൻ വേണ്ടി പാടുന്നേ? ജുഗുനൂര്. ഓക്കെ. നന്നായി മോനെ, പെട്ടെന്ന് നീ പഠിച്ചെങ്കിലും അടിപൊളിയാട്ടാ. നീ അസദിന്റെ പാട്ട് കൂടെ അടിച്ച് പൊളിച്ച് പാടുക. ഇതിനേക്കാളും ഒരു 10 ഇരട്ടി സ്ട്രോങ് ആയിട്ട് പാട്. ഓക്കെ, ഉഷാറാവ് മകനെ. വെരി ഗുഡ്. താങ്ക് യു അൻവർക്ക. അഖില ചേച്ചി. അസദ്, ശരിക്കും അസദ് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നുണ്ട്. ഇത്രയും ചെറിയ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടൂ. കൗതുകത്തോടെ ഞങ്ങൾ കേൾക്കാം അസദിന്റെ പാട്ട്. യെസ്, താങ്ക് യു അഖില ചേച്ചി. അസദ്, അപ്പൊ നല്ല ഉഷാറായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. പദവികളതും
അസദ്, അപ്പം MS ബാബുരാജ് റൗണ്ടിലെ സോങ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. നന്നായിട്ട് പാടി അസദ്. ഇഷ്ടായോ പാടിയിട്ട്? ഇഷ്ടായി അല്ലേ? ഇനി നമുക്ക് ജഡ്ജസിന് ഇഷ്ടമായോ നോക്കാം. അൻവർ ഖാൻ, സ്റ്റാർട്ട് വിത്ത് യു. അസദ് മോനെ നന്നായി പാടിയാട്ടാ, അടിച്ചു പൊളിച്ചു, നന്നായി പാടി. നല്ല അനായാസമായ സിംഗിങ്. ഞാൻ ആലോചിച്ചത് ഇത്രയും അനായാസമായിട്ട് പാടണോ, ലേശം സീരിയസ് ആയിക്കൂടെ? ആയിക്കൂടെ? നല്ല രസമായിട്ട് പാടി. ഇതൊരു നല്ലൊരു ബാബുരാജ് മാഷ് ഹിന്ദി പാട്ടിൻ്റെ ട്യൂണ് കടം കൊണ്ട് ചെയ്ത ട്യൂണാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലേ ഫൈസൽ മാഷ്? ഇത് ഹിന്ദി പാട്ടിൻ്റെ ഒരു ട്യൂണ് കടം കൊണ്ട് ബാബുരാജ് മാഷ് ചെയ്ത പാട്ടാണ്. ഇതും എവിക പാടിയ ഒരു സുന്ദരമായ പാട്ടാണ്. എവികയുടെ ആ ഒരു ഓപ്പൺ ത്രോട്ടിലുള്ള സിംഗിങ് ഈ പാട്ടിലും ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് പാടുന്നത് എന്ത് രസം എന്ന് പറയാൻ, കേൾക്കാൻ നല്ല രസം, നല്ല ഫീൽ ഉണ്ടായിരുന്നു. മോൻ പാടുന്നത് കേൾക്കാൻ നല്ല സുഖം. ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേൾക്കാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ ആ ഭാഗം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നന്നായിരുന്നു. ഇനിയും നല്ല ഗൾഫ് ഷോസ് ഒക്കെ ഉണ്ടാവട്ടെ, നല്ല പ്രോഗ്രാംസ് ഉണ്ടാവട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ല നല്ല പാട്ടുകൾ പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു അൻവർ ഖാൻ. ഷാൻസ. അസദ് കലക്കിയടാ, നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് കാണുമ്പോൾ ആകെ ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഐറ്റത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് ശരിക്കും അസദ് ഒരു അത്ഭുതമാണ് കേട്ടോ. താങ്ക് യു. അങ്ങോട്ടും താങ്ക് യു. എടാ, ഞാനിങ്ങനെ പൊക്കി പറയുമ്പോൾ എന്നെയും പൊക്കി പറയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും അസദ് മോൻ നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, ഇനി നമുക്ക് അഖില ചേച്ചിയോട് ചോദിക്കാം. അഖില ചേച്ചി പറഞ്ഞു ഭയങ്കര കൗതുകമാണ് നമ്മുടെ അസദിനെ കാണാൻ. പാട്ടും അങ്ങനെ തന്നെ ആയിരുന്നു ചോദിക്കാം അല്ലേ? അസദ് പാട്ടും അതുപോലെ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പാടുന്ന, കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. നന്നായി പാടി. ഈ പ്രായം വെച്ച് നോക്കുമ്പോ ഈ ചേച്ചിമാരുടെ കൂടെ അല്ലേ ഇന്ന് മത്സരിക്കാൻ പോണേ? എന്തായാലും നന്നായി പാടി. എനിക്ക് പിന്നൊന്നും പറയാനില്ല, നന്നായി പാടി. താങ്ക് യു അഖില ചേച്ചി. ഫൈസൽ മാഷെ, ഇവിടെ പറഞ്ഞല്ലോ എവികയുടെ ഏറ്റവും നല്ല ഒരു പാട്ടിൽ ഒന്നാണിത്. ബാബുക്ക ട്യൂൺ ചെയ്തത്. നമ്മുടെ അനാഥകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. ഉപ്പയില്ലാത്ത കുട്ടികൾ, പിന്നെ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും തമ്മിൽ അതാണ് രണ്ട് വിരൽ എന്നതിൽ പറയുന്നത്. ഈ വിരൽ പോലെ സ്വർഗത്തിൽ അടുത്ത് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പം അത്ര നല്ലൊരു മെസ്സേജാണ് ഈ പാട്ടിൽ. അനാഥകളെ സംരക്ഷിക്കുന്നവനേക്കാളും അഗതികളെ സംരക്ഷിക്കുന്നതിനേക്കാളും മഹാന്മാനായി അല്ലെങ്കിൽ കേമനായി മറ്റാരുണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ ദൈവം തന്നെ നമ്മോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ഈ പാട്ടിൽ പറയുന്നത്. താങ്ക് യു ഫൈസൽ മാഷെ. അസദ്, നമുക്ക് മാർക്സ് അറിയണ്ടേ? ഓക്കെ, അതിനു മുന്നേ ഷാൻ സാറ് എന്തെങ്കിലും ഒരു കുറേ പൊക്കി പറഞ്ഞല്ലേ അസദിനെ? തിരിച്ചു അങ്ങനെ എന്തെങ്കിലും പൊക്കി പറഞ്ഞ, അല്ലെങ്കിൽ മാർക്ക് വാരിക്കോരിയൊന്നും തരൂല. എന്തെങ്കിലും പറഞ്ഞോ? എങ്ങനെയുണ്ട് ഷാൻ സാറിനെ കാണാൻ? റെഡ് ടീഷർട്ട് ഇഷ്ടമായോ? ഷാൻ സാർ, നമ്മുടെ അസദിന്റെ ന്യൂ ഗെറ്റപ്പ് എങ്ങനെയുണ്ട്? അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അസദേ മോൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. നല്ല കാഷ്വൽ ആയിട്ട്, നല്ല എന്താ പറയാ, ഒരു കോളേജ് പഠിക്കുന്ന ഒരു പയ്യൻ ലുക്ക്. ഫസ്റ്റ് കൈയടി വന്ന ഈ സൈഡിൽ നിന്ന്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അസദിന്റെ ഇഷ്ടത്തിനാണെന്ന് തോന്നുന്നു ഡ്രസ് ചെയ്യുന്നത്. അസദിന് എന്താ ഇഷ്ടം? ഇതാണോ ഇഷ്ടം? അല്ലെ നമ്മുടെ കോട്ടും സൂട്ടും ഒക്കെ ആണോ ഇഷ്ടം? ഇതാ ഇഷ്ടം. ഇതാണ് അവന് കംഫർട്ടബിൾ, അതാണ്. അതുകൊണ്ട് നന്നായിട്ട് പാടുകയും ചെയ്തു. നന്നായി മോനെ, കളിക്കുന്നുണ്ട്. ഇങ്ങോട്ടും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അധികം മിണ്ടിയ മാർക്ക് തരില്ലെന്നാണോ? ഷാൻ സാറിനൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞോ, നല്ലതായിരിക്കും. നല്ല മൊഞ്ചുണ്ട്. അത് എത്ര ഫോഴ്സ് ചെയ്തിട്ടാ പറഞ്ഞത്, പാവം കുട്ടി. ഷാൻ സാർ, മാർക്ക്. ഒരാത്മാർത്ഥതയും ഇല്ലാതെ നീ അത് പറഞ്ഞെന്ന് എനിക്കറിയാം. എന്നാലും സാറല്ല, നീ നല്ലോണം പാടി. അതുകൊണ്ട്
27. 27 on 30. അഖില ചേച്ചി അസദിന് 27.5. 27.5 on 30. ഫൈസൽ മാഷെ 27. താങ്ക് യു ഫൈസൽ മാഷെ. അസാദ് മോന്റെ MS ബാബുരാജ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 81.5 on 90. നല്ല സ്കോറാണ് അസാദ്. അപ്പൊ കലക്കി പാടി അസാദ്.